ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. സൗദി പ്രോ ലീഗിൽ അൽ നാസർ അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തി 5-2 പരാജയപ്പെടുത്തിയത്. അൽ നാസറിന് വേണ്ടി റൊണാൾഡോയും അതുപോലെ തന്നെ സാഡിയോ മാനെയും അതുപോലെ തന്നെ ടെലിസ്കിയും ഗോൾ നേടി. അതുകൊണ്ട് തന്നെ അൽ നാസറിന്റെ മുൻനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും 8 പോയിന്റ് മുകളിലാണ് റേറ്റിംഗ് കിട്ടിയത്. റൊണാൾഡോക്കാണെങ്കിൽ 8.2, ടെലിസ്കക്ക് 8.8, സാഡിയോ മാനക്ക് 9.1. ഹീറോ ഓഫ് ദ മാച്ച് സാഡിയോ മാനെ തന്നെ ആയിരുന്നു. അങ്ങനെ അൽ നാസർ വിജയിച്ചു, 3 പോയിന്റുകൾ നേടി. 18 മത്സരങ്ങളിൽ നിന്ന് 43 പോയിന്റുമായിട്ട് സൗദി പ്രോ ലീഗിന്റെ പട്ടികയിൽ ഇപ്പോഴും 2ാം സ്ഥാനത്താണ് അൽ നാസർ. ഇപ്പോഴും അൽ ഹിലാലുമായിട്ട് 7 പോയിന്റ് ഡിഫറൻസ് അൽ നാസർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ റൈസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് റൊണാൾഡോയും അൽ നാസറിനും സംബന്ധിച്ച്. പക്ഷേ 2023 ഈ ഒരു വർഷത്തിൽ റൊണാൾഡോ ഈ ഒരു മാച്ചിലൂടെ മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2 പെനാൽറ്റി ഗോളാണ് ഈ ഒരു മാച്ചിലൂടെ റൊണാൾഡോ സ്വന്തമാക്കിയത്. അങ്ങനെ ഹാരി കെയ്നെയും ഇംബാപ്പയും മറികടന്ന് 2023 ടോപ്പ് സ്കോറർ ആയിക്കൊണ്ട് റൊണാൾഡോ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇനിയും റൊണാൾഡോയ്ക്ക് ഈ ഒരു വർഷം ഒരു മാച്ചും കൂടി ബാക്കിയുണ്ട്. അൽത്താവുനുമായിട്ടാണ് ആ ഒരു മാച്ച് വരാൻ പോകുന്നത്. നമ്മളിവിടെ പറഞ്ഞ അൽത്താവുനുമായിട്ടുള്ള മാച്ച് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മാച്ചിൽ റൊണാൾഡോ 2 ഗോളോ അല്ലെങ്കിൽ 2 അസിസ്റ്റോ, 1 ഗോളോ 1 അസിസ്റ്റോ സ്വന്തമാക്കുകയാണെങ്കിൽ ഈ ഒരു 2023 വർഷത്തിൽ 70 എന്നുള്ള ഗോൾ കോൺട്രിബ്യൂഷൻ എന്നുള്ള റെക്കോർഡിലേക്ക്, മറ്റൊരു റെക്കോർഡിലേക്ക് റൊണാൾഡോ എത്താനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീസണിലെ സൗദി പ്രോ ലീഗിൽ ടോപ്പ് സ്കോററായിട്ട് റൊണാൾഡോ തന്നെയാണ് നിലനിൽക്കുന്നത്. 17 മാച്ചിൽ നിന്ന് 19 ഗോളും 9 അസിസ്റ്റുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. അങ്ങനെ 28 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് റൊണാൾഡോ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു 2023-24 സീസൺ നോക്കുന്ന സമയത്ത് അൽ നാസറിന് വേണ്ടി 35 മാച്ചിൽ നിന്ന് 34 ഗോളും അതുപോലെ തന്നെ 13 അസിസ്റ്റുമാണ് റൊണാൾഡോ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ഹാരി കെയ്നെയും അതുപോലെ തന്നെ ഇംബാപ്പയും മറികടന്നുകൊണ്ട് റൊണാൾഡോ ഒന്നാമതെത്തിക്കഴിഞ്ഞു. 58 മാച്ചിൽ നിന്ന് 53 ഗോളും അതുപോലെ തന്നെ 15 അസിസ്റ്റുമായിട്ട് 68 എന്നുള്ള ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് റൊണാൾഡോ എത്തിക്കഴിഞ്ഞു. ഇനി അൽ നാസറിന് ഈ ഒരു വർഷം അൽത്താവുനുമായിട്ടുള്ള മാച്ച് ബാക്കി നിൽക്കുകയാണ്. ഡിസംബർ 30 11:30 ആ മാച്ച് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മത്സരത്തിൽ റൊണാൾഡോ തിളങ്ങുകയാണെങ്കിൽ 70 എന്നുള്ള കോൺട്രിബ്യൂഷനിലേക്ക് റൊണാൾഡോ എത്തുമെന്നുള്ളത്, മറ്റൊരു റെക്കോർഡ് റൊണാൾഡോ പൂർത്തിയാക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും റൊണാൾഡോ ഇപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം യങ്സ്റ്റേഴ്സിനെയാണ് അദ്ദേഹം ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് റൊണാൾഡോ തുടർന്നും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇംബാപ്പയെ മറികടന്നു, ഹാരി കെയ്നെ മറികടന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.